അങ്ങനെ ഗ്യാസിന് ഷോർട്ടേജ് ആകാൻ പോവുകയാണെന്ന് അറിഞ്ഞ് ഞങ്ങൾ ഷെഡൊക്കെ ക്ലീൻ ചെയ്ത് അടുപ്പൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. അടുപ്പൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഷെഡൊക്കെ വല്ലാത്തൊരു കണ്ടീഷനിലായിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്യുന്നത് ഒരു വലിയ ടാസ്ക് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാനാണ് ഈ പണിക്ക് ഇറങ്ങിയത്. ബിക്കോസ് ഐ തോട്ട് ഒരു 30 മിനിറ്റ്സിൽ തീരുമല്ലോ, അത് കഴിഞ്ഞ് മര്യാദയ്ക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കാം. അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കി അമ്മ എന്നോട് പറഞ്ഞത് വേണമെങ്കിൽ ഒന്ന് അനുസരിച്ചേക്കായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈ ഷെഡിൽ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല ഗൈസ്. സ്പീക്കറിന്റെ സ്റ്റാൻഡ് തൊട്ട് ട്യൂബ് ലൈറ്റ് പൊട്ടിയത്, എന്തൊക്കെയോ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പുറത്തെടുത്ത് വയ്ക്കാൻ തന്നെ വേണ്ടി വന്നു ഒരുപാട് സമയം. അപ്പൊ ആ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പണി റെസ്യൂം ചെയ്യാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാം ഇറക്കി. അപ്പൊ ഇനിയിപ്പോ അവിടെ നിന്ന് ജസ്റ്റ് കഴുകി വൃത്തിയാക്കുക, അങ്ങനത്തെ പണിയേ ഉള്ളൂ. അതും വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിപ്പോയി. പക്ഷെ ഞങ്ങൾ ഇതൊക്കെ എൻജോയ് ചെയ്താണ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് കള്ളാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കഷ്ടപ്പാടായിരുന്നു ഗൈസ്. ഇതിന് മുമ്പേ നമ്മൾ അടുപ്പ് എടുത്തിട്ടുള്ളത് വാസ് ഡ്യൂറിങ് കൊറോണ പീരിയഡ്. ബിക്കോസ് അന്ന് ഒരു ഗ്യാസ് ഷോർട്ടേജ് വന്നേക്കോ എന്നുള്ള ഒരു ഡൗട്ട് കാരണം അന്ന് നമ്മൾ അടുപ്പ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അത് നോർമൽ അടുപ്പല്ല, റോക്കറ്റ് അടുപ്പ് എന്ന് പറയും. അപ്പോൾ ആ സാധനം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലെസ് പൊല്യൂട്ടിങ്, കുറച്ച് ഫയർവുഡിൻ്റെ ആവശ്യമുള്ളൂ, ആൻഡ് ഫുഡൊക്കെ കുറച്ചും കൂടെ പെട്ടെന്ന് കുക്കാവും. ആൻഡ് യെസ്, നമ്മുടെ ഷെഡ് ക്ലീനിങ് പരിപാടി ഹാസ് കം ടു എൻ എൻഡ്. ആൻഡ് ഇത് ചെയ്തപ്പോൾ കഷ്ടപ്പാടായിരുന്നെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ ഫീൽ സാറ്റിസ്ഫൈഡ് ദാറ്റ് ഈ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പം നാളെ തൊട്ട് എനിക്ക് അടുപ്പെടുക്കാം, എനിക്കല്ല, അമ്മയ്ക്ക് അടുപ്പെടുത്ത് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങളുടെ വീട്ടിലും അടുപ്പും ഫയർവുഡും അതിനാവശ്യമുള്ള റിസോഴ്സസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ യു യൂട്ടിലൈസ് ദോസ് റിസോഴ്സസ് ബിക്കോസ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഡ്യൂറിങ് ദിസ് സിറ്റുവേഷൻ തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.